പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോഫാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഇന്ന് തിരുസഭ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വ്യാകുല തിരുനാൾ ആഘോഷിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന് 7 വ്യാകുലങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്കറിയാം. പരിശുദ്ധ കന്യകാമറിയം എന്നാൽ അവയിലൊന്നും സങ്കടപ്പെടാതെ ദൈവനിശ്ചയം പോലെ ആകട്ടെ എന്നുള്ള ആ ചിന്തകളോടുകൂടി, ആ വിചിന്തനത്തോടുകൂടി, ദൈവസ്നേഹത്തോടുകൂടി ജീവിച്ചു. പരിശുദ്ധ കന്യകാമറിയം കുരിശിൻ്റെ അരികിൽ നിൽക്കുമ്പോൾ പോലും, തൻ്റെ മകൻ്റെ പീഡനങ്ങൾ കാണുമ്പോൾ പോലും അവിടുന്ന് പതറാതെ തളരാതെ ദൈവ ഇഷ്ടം നിറവേറട്ടെ എന്ന ആ പ്രാർത്ഥനയോടുകൂടി തൻ്റെ മകൻ അടികൾ കൊള്ളുന്നതും കുരിശ് വഹിക്കുന്നതും ഒക്കെ കാണുന്നുണ്ട്. എന്നാൽ ദൈവ ഇഷ്ടമാണല്ലോ, സ്വന്തം ജനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണല്ലോ എന്നുള്ള ബോധ്യത്തിൽ, പിതാവായ ദൈവത്തിനോടുള്ള അനുസരണയോട് ആണല്ലോ. അങ്ങനെ പരിശുദ്ധ കന്യകാമറിയം സ്വന്തം താല്പര്യങ്ങളിൽ വകവയ്ക്കാതെ മറ്റുള്ളവരുടെ താല്പര്യങ്ങളിൽ മനസ്സ് വെച്ചുകൊണ്ട് സ്വന്തം മകനെ പോലും ദൈവജനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി, ഈ ലോകത്തിലുള്ള എല്ലാ പാപികളെയും രക്ഷിക്കുന്നതിന് വേണ്ടി ആ മകൻ്റെ സഹനം ദർശിക്കുന്നു, കാണുന്നു, അനുഭവിക്കുന്നു. പതറാതെ തളരാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അമ്മയുടെ ആ ശക്തി, പ്രാർത്ഥന മകനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അമ്മയുടെ സാന്നിധ്യം മകനെ സാന്ത്വനപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾക്കും മറ്റുള്ളവർക്ക് സാന്ത്വനമാകാം. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ നമ്മളും താല്പര്യരാകാം. നിറയെ ആത്മാക്കളെ സ്വർഗത്തിന് വേണ്ടി നമ്മുടെ ത്യാഗപ്രവർത്തനങ്ങളിലൂടെ നേടുകയും ചെയ്യാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.